ഇപ്രാവശ്യം ലീവിന് അധികമൊന്നും ചോദിക്കേണ്ടി വന്നില്ല കേട്ടോ. ലോണിന്റെ വിഷയം കൊണ്ട് ഒരൊറ്റ പറച്ചില്ല, മോള് പോയിട്ട് വന്നു. അവർക്ക് വേണമെന്ന് വെച്ചാൽ ലീവ് തരാനൊക്കെ അറിയാം. ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, 2 ദിവസം കൊണ്ടാണ് പോയിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നും എന്റെ ഭാഗ്യത്തിന് എനിക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയില്ല. പിന്നെ കമ്പനിക്ക് ആൾക്കാർ നിൽക്കാനുള്ളതും കൊണ്ട് എനിക്കധികം വിഷമമില്ല കേട്ടോ. പിന്നെ ആ വിഷമം മാറ്റാനാണോ എന്നറിയില്ല, ഏറ്റവും മേലെ ഇരിക്കുന്ന സീറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മെട്രോയിൽ കയറിയിട്ട് ഞാൻ അവിടെ വേഗം എത്തിപ്പോയി. പിന്നെ അവിടെ മൊയന്തടിച്ചിരുന്ന് വെറുതെ കുറെ സമയം കളഞ്ഞു. പക്ഷെ പിന്നെയാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്, ബസ്സിന് പോകുന്നതിനെക്കാട്ടി നല്ലത് നേരത്തെ പോയിട്ട് അവിടെ മൊയന്തടിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് 1-2 ബസ് കയറിയ പോരാ, പിന്നെ കയറുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടാവണമെന്നില്ല. ഇനി എന്തായാലും കഴിച്ചിട്ടാവും മുന്നോട്ട്. ഇഡലിന്റെ തലയിൽ കൂടെ സാമ്പാർ വെക്കണമെന്ന് വെച്ചപ്പോൾ ആ ഉച്ചെന്ന് പറഞ്ഞ് മേടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല അതിനത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നുള്ള കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ എവിടെ തൊട്ടാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில். ചൂട് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിക്കർ ആവായിരുന്നു. എന്നാലും എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് വേറെ വല്ല വഴിക്കും പോയാൽ പോയിരുന്നില്ല. ഇനി മേലാൽ ഞാനിത് ആവർത്തിക്കും. 10:30 ഞാൻ ഈ ബസ്സിൽ തന്നെ ഇരിക്കുന്നത്. 11 മണിക്ക് എനിക്ക് ബസ് വരും. ഇത്രയും വലിയ പ്രതിസന്ധിയിലും എനിക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല.